Hi all, welcome to the new video. ഇന്ന് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു 4 എണ്ണമാണ് ഞാനിപ്പോൾ ഇന്നേക്കുള്ള വീഡിയോയ്ക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്ത റാൻഡം പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് 2 നമ്മൾ സിമ്പിളായിട്ടുള്ള സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ടും പിന്നെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള 2 സർക്യൂട്ടും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രോബ്ലംസ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള വീഡിയോ ആയ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്സിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കാണേണ്ടതാണ്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മൾ ഏത് അപ്രോച്ചാണ് സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, എങ്ങനെ ഓരോ ഇക്വേഷൻസും വന്നു എന്നുള്ളതെല്ലാം അതിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അത് സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്സ് ആ വീഡിയോ തീർച്ചയായും കണ്ടു നോക്കുക. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ലെറ്റ്സ് സോൾവ് ദ പ്രോബ്ലം. ഹിയർ ഈസ് അവർ ഫസ്റ്റ് പ്രോബ്ലം. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, ടോട്ടൽ കറണ്ട്, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഈച്ച് റെസിസ്റ്റർ, ഇത് ഓരോന്നും കാണണമല്ലേ. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം നമുക്കൊരു ടേബിൾ വെച്ച് ഫോളോ ചെയ്യും. സോ ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ ഫോളോ ചെയ്യാം. ഇതിൽ നമുക്ക് ഇവിടെ നിന്നുള്ള റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് R1 R2 എത്ര എന്നുള്ളത് നമുക്ക് ഈ റെസിസ്റ്റൻസിൻ്റെ കോളത്തിൽ എഴുതാം. R1 2 ohm, R2 4 ohm, R3 6 ohm. അപ്പോൾ സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് റെസിസ്റ്റേഴ്സ് ആഡ് ചെയ്യായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര കിട്ടും? ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 + 4 + 6 which is equal to 12 ohms. നമുക്ക് ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ സോഴ്സ് വോൾട്ടേജ് ആണ്, which is equal to 20 volt. അപ്പോൾ ഇന്ന് എനിക്ക് ടോട്ടൽ കറണ്ട് കണ്ടുകൂടെ. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നതായിരിക്കും V/R ആയിരിക്കും അല്ലേ. അപ്പോൾ I is equal to V/R ആണ് ആസ് പെർ ഓംസ് ലോ. സോ നമുക്ക് അവിടെ നിന്ന് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാം. നമുക്ക് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 1.67 ആംപിയർ എന്ന് കിട്ടും. നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് സീരീസ് സർക്യൂട്ട് അല്ലേ. സീരീസ് സർക്യൂട്ടിൽ എന്താണ് കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. കറണ്ട് അക്രോസ് ഈച്ച് റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്തിടാൻ പറ്റും? സെയിം ഇടാൻ പറ്റും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു, ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചു. ഈ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഈച്ച് റെസിസ്റ്റർ. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഈച്ച് റെസിസ്റ്റർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് ആസ് പെർ ഓംസിലോ എന്തായിരുന്നു? = I × R അല്ലേ. ഇവിടെ നമുക്ക് ഐയും അറിയാം, ഈച്ച് റെസിസ്റ്ററിൻ്റെ ആറും അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. സോ വോൾട്ടേജ് അക്രോസ് R1 എന്ന് പറയുന്നത് 1.67 × 2 ohms ആയിരിക്കും, which is equal to 3.34 volt. അതേപോലെ തന്നെ നമ്മൾ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 1.67 × 4 ohms ആയിരിക്കും, which is equal to 6.68 volts. ഈ R3 അക്രോസ് ദ R3 എന്ന് പറയുന്നത് സെയിം 1.67 × 6 ആയിരിക്കും, which is equal to 10.02 volts. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആക്കി തരാം. ഇവിടെ ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് വോൾട്ടേജിൻ്റെ സം ഉണ്ടല്ലോ, ഈ വോൾട്ടേജ് അക്രോസ് ദ ഈച്ചിൻ്റെ ഈ സം എന്ന് പറയുന്നത് വിച്ച് വിൽ ബി = ദ ടോട്ടൽ വോൾട്ടേജ്. ഇവിടെ ആക്ച്വലി ചെറിയൊരു എറർ ഉണ്ട്. കാരണം ഞാൻ ഇവിടെ കറണ്ടിൻ്റെ വാല്യൂസ് നമ്മൾ അപ്രോക്സിമേറ്റ് ആണ് എടുത്ത്, പക്ഷേ ദ സം ഓഫ് ഓൾ ദ വോൾട്ടേജസ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ടോട്ടൽ വോൾട്ടേജ്. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി എക്സാക്ട്ലി സെയിം, ബട്ട് നമ്മളിവിടെ കുറച്ച് അപ്രോക്സിമേഷൻ ചെയ്തുകൊണ്ട് എക്സാക്ട്ലി സെയിം ആവില്ല, ബട്ട് ക്ലോസ് ടു 20 volt വരും. ഓക്കെ. അപ്പം നമ്മൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിച്ച് വോൾട്ടേജ് അക്രോസ് R1 എന്ന് പറയുന്നത് എന്തായിരുന്നു? IR1 × R1 അല്ലേ. ടോട്ടൽ കറണ്ട് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ച? I total is equal to V total divided by R total അല്ലേ. ഇത് രണ്ടെണ്ണമാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇതേ സാധനം ഈ സെക്കൻഡ് I total എന്നുള്ള ഇക്വേഷനെ ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് VR1 is equal to IR1 എന്ന് പറയുന്നത് തന്നെയല്ലേ I total. കാരണം എനിക്ക് സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ എനിക്ക് അവിടെ കറണ്ട് സെയിം ആണ്. അപ്പോൾ ഞാൻ IR1 I total വെച്ച് റീപ്ലേസ് ചെയ്യാണ്, which is equal to V total by R total into R1. ഇതിന് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ VR1 is equal to V total into R1 by R total. ഈ ഇക്വേഷനെയാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്ന് പറയുക. ഈ ഫോർമുല യൂസ് ചെയ്ത് V അക്രോസ് ദ 2 ohm is equal to V total എത്രയായിരുന്നു? 20 ആയിരുന്നു, ഇൻറ്റു R1 എന്ന് പറയുന്നത് ആ സെയിം റെസിസ്റ്റർ which is equal to 2 ohm ഡിവൈഡഡ് ബൈ R total. R total എത്രയായിരുന്നു? 6 + 4 + 2 12 ohms അല്ലേ. സോ ഇറ്റ്സ് ഈക്വൽ ടു 12. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3.34 volts. ഓക്കെ.
ലെറ്റ്സ് മൂവ് ടു സെക്കൻഡ് പ്രോബ്ലം. ബേസിക് പാരലൽ സർക്യൂട്ടിൻ്റെ എക്സാമ്പിൾ ആണ്. സോ ഇവിടെ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ്, ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കും. അതേപോലെ തന്നെ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഈച്ച് റെസിസ്റ്റർ കണ്ടുപിടിക്കും. സോ ഇവിടെ നമ്മൾ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുകയാണ്. നമുക്ക് ആ ടേബിൾ ഫോം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ റെസിസ്റ്റൻസ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അറിയാവുന്ന വാല്യൂസ് നമ്മൾ ഫസ്റ്റ് ഫില്ല് ചെയ്ത് പോവുകയാണ്. 2, 5 and 3 ആണ് നമ്മുടെ റെസിസ്റ്റൻസ് വാല്യൂസ്. 2, 5 and 3. പിന്നെ നമുക്കറിയാവുന്നത് ടോട്ടൽ വോൾട്ടേജ്, സോഴ്സ് വോൾട്ടേജ് നമുക്കറിയാം 20 വോൾട്ട് എന്നുള്ളത് എഴുതി വയ്ക്കാം. സിൻസ് ദിസ് എ സിമ്പിൾ പാരലൽ സർക്യൂട്ട്, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്. 20 എന്നുള്ളത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നമുക്ക് വോൾട്ടേജും റെസിസ്റ്റൻസും ഇൻഡിവിജ്വലി അറിയാവുന്നതുകൊണ്ട് തന്നെ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ I is equal to V/R. ഹിയർ നമുക്ക് കിട്ടും 10 and 4 and 6.66. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് ദ ബ്രാഞ്ച് കറൻസ് ആയിരിക്കില്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 20.66. നമുക്കവിടെ ടോട്ടൽ വോൾട്ടേജും അറിയാം, ടോട്ടൽ കറണ്ടും അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ യൂസിങ് ഓംസ് ലോ നമുക്ക് R കണ്ടുപിടിച്ചൂടെ. R ഈസ് ഈക്വൽ ടു V/I ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.968. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസും കറണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ 5 ohms റെസിസ്റ്റൻസ് ഉള്ളതിൽ കൂടെ നമുക്ക് 4 ohms ആണ്. അതേസമയം അതിൻ്റെ ഹാഫ് റെസിസ്റ്റൻസ് ലെസ് ദാൻ ഹാഫ് ആയിട്ടുള്ളതിൽ 4-നേക്കാൾ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുള്ള കറണ്ട്, അതായത് 4-ന് പകരം 10 amps ആണ് അവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. സോ റെസിസ്റ്റൻസ് കുറയും തോറും നമ്മുടെ കറണ്ട് കൂടിക്കൂടി വരുന്നുണ്ട് അല്ലേ. സോ നമ്മുടെ ഇവിടെ സപ്ലൈ വോൾട്ടേജ് നമ്മൾ വേരി ചെയ്യുകയാണെങ്കിലും കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ആ വേരിയേഷൻ്റെ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് സെയിം കോൺസ്റ്റൻ്റ് ആയിരിക്കും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് കറണ്ട് ഡിവൈഡർ റൂൾ പറയാം. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ എങ്ങനെ കാണാം? IR1 is equal to VR1 divided by R1. അതേപോലെ തന്നെ നമുക്ക് ടോട്ടൽ വോൾട്ടേജിന് നമുക്ക് എങ്ങനെ പറയും? V total is equal to I total into R total എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ആക്ച്വലി നമ്മുടെ VR1 വോൾട്ടേജ് അക്രോസ് R1ഉം ടോട്ടൽ വോൾട്ടേജും സെയിം അല്ലേ, കാരണം എന്താ? പാരലലാണ്. സോ ഇതിന് ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ IR1 is equal to എന്ത് വരും? VR1 വരെ ഞാൻ V total ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സോ I total into R total ഡിവൈഡഡ് ബൈ R1 എന്ന് വരും. ഇതിന് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ IR1 അല്ലെങ്കിൽ കറന്റ് ത്രൂ ദ റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? I total into R total by R1. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ കറന്റ് ഡിവൈഡർ ഫോർമുല എന്ന് പറയുക. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ബ്രാഞ്ച് റെസിസ്റ്റർ, ഒരു പാരലൽ സർക്യൂട്ടിലെ ബ്രാഞ്ച് റെസിസ്റ്റൻസിൻ്റെ കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഞാൻ ഫസ്റ്റ് റെസിസ്റ്റർ, അതായത് 2 ohmസിലൂടെയുള്ള കറണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. സോ I2 ohms എന്ന് പറയുന്നതായിരിക്കും I total നമുക്ക് എത്രയായി കിട്ടി? 20.66 ഇൻറ്റു R total എത്രയായിരുന്നു? R total എന്ന് പറയുന്നത് 0.968 ഡിവൈഡഡ് ബൈ R1 എന്ന് പറയുന്നത് 2 ohms. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9.998 എന്നുള്ള വാല്യൂ കിട്ടും, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 amps. ഇതന്നെയല്ലേ നമുക്ക് ടേബിളിലും കിട്ടിയിരിക്കുന്നത്. ഈ ഡെസിമലിൻ്റെ അപ്രോക്സിമേഷൻ കാരണമാണ് നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടാത്തത്, ബട്ട് ഇറ്റ് വിൽ ബി ക്ലോസ് ടു ദ. ഇവിടെ നമ്മൾ 2 റൂൾസ് നമ്മളിവിടെ പഠിച്ചല്ലേ, കറണ്ട് ഡിവൈഡർ റൂളും വോൾട്ടേജ് ഡിവൈഡർ റൂളും പഠിച്ചു. സോ നമ്മൾ 2 ഇക്വേഷനും പഠിച്ചല്ലേ. വോൾട്ടേജ് ഡിവൈഡർ റൂൾ V എന്ന് പറയുന്നത് V total ഇൻറ്റു ഏത് റെസിസ്റ്റൻസ് ആണോ അത് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കും. കറണ്ട് ഡിവൈഡർ റൂൾ എന്ന് പറയുന്നത് ഏത് ബ്രാഞ്ചിൻ്റെ കറണ്ട് ആണോ നമുക്ക് കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ദ ബ്രാഞ്ച് റെസിസ്റ്റൻസ്. ഓക്കെ, മറന്നു പോകാതിരിക്കാനായിട്ട് ഇവിടെ V കണ്ടുപിടിക്കുമ്പോൾ നമ്മളവിടെ V ടോട്ടൽ എടുക്കുന്നത്, I കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ I ടോട്ടൽ എടുക്കുന്നത്. അതെന്തായാലും ക്ലിയർ അല്ലേ. പിന്നെ ആ കൂടെ ഉള്ളത് R1 by R totalഉം R total by R1 ആണല്ലേ. ഇപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ റൂളും കറണ്ട് ഡിവൈഡർ റൂളും ഓർത്ത് വയ്ക്കാനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ലാർജർ വാല്യൂ കൊണ്ടായിരിക്കും. അപ്പോൾ സീരീസ് സർക്യൂട്ടിൽ എപ്പോഴും നമ്മുടെ റെസിസ്റ്റൻസ് ആഡായി വരികയല്ലേ. അപ്പോൾ ഈ R total എന്ന് പറയുന്നതായിരിക്കും എന്ത്? ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പാരലൽ സർക്യൂട്ട്സിൽ നമ്മുടെ എത്ര പാരലൽ റെസിസ്റ്റൻസ് ഉണ്ടോ അത്രയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ R ടോട്ടലിനേക്കാളും വലിയ വാല്യൂ ആയിരിക്കും നമ്മുടെ R1 എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ലാർജർ വാല്യൂ കൊണ്ട് ആയിരിക്കും. ഓക്കെ,
സോ അത്രേ ഉള്ളൂ സെക്കൻഡ് പ്രോബ്ലം. സോ ലെറ്റ്സ് മൂവ് ടു ദ തേർഡ് പ്രോബ്ലം. തേർഡ് പ്രോബ്ലം ഇസ് ദിസ് വൺ. ഇതിൽ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ്, ടോട്ടൽ കറണ്ട് ത്രൂ ദി 5 ohm resistor ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ 2 ohm resistor, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ നോക്കുക, ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 5 and 3 ohm എന്നുള്ള ഈ ഒരു രണ്ടെണ്ണം ഇത് പാരലാണല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഉള്ള ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതായത് ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ ഈസ് ഈക്വൽ ടു 1, പാരലാണ്. സോ 1/5 പ്ലസ് 1/3 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 1.875 ohms. എനിക്കിങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സർക്യൂട്ടിനെ റീഡ്രോ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? 2 ohms, ഇവിടെ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള 1.875 ohms, ഇവിടെ ഉള്ള വോൾട്ടേജ് സോഴ്സ് വിച്ച് ഇസ് 10 volt. ഓക്കെ, നമുക്ക് ഇനി ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ രണ്ടും സീരീസാണ് അല്ലേ. നമ്മുടെ ഒരു സിമ്പിൾ സീരീസ് സർക്യൂട്ട് പോലെയാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആർ ടോട്ടൽ എന്ന് പറയുന്നത് എന്ത് വരും? 2 ohm പ്ലസ് 1.875 ohms which is equal to 3.875 ohms. സെപ്പറേറ്റഡ് സർക്യൂട്ട് വരയ്ക്കണം നിർബന്ധമില്ല, പക്ഷെ നിങ്ങൾക്ക് അത് ഗ്രാജ്വലി ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ്. അതായത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് ടോട്ടൽ റെസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ തവണയും ഓരോ സീരീസോ പാരലോ ആ പെർട്ടിക്കുലർ സെക്ഷൻ്റെ ചെയ്ത ശേഷം അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. സോ നമുക്കിവിടെ ആർ ടോട്ടൽ കിട്ടി, നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലൂടെ ടോട്ടലായിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തവിടെ ഐ ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റും. ഐ ടോട്ടൽ ഈസ് ഈക്വൽ ടു വി ടോട്ടൽ ബൈ ആർ ടോട്ടൽ വിച്ച് ഇസ് ഈക്വൽ ടു വി ടോട്ടൽ നമുക്ക് 10 volt ആണ്, ഡിവൈഡഡ് ബൈ 3.875 ohms which is equal to 2.5806 amps. ഇത്രയും കറണ്ടാണ് ഈ സർക്യൂട്ടിലൂടെ ടോട്ടലായിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസും ടോട്ടൽ കറണ്ടും കഴിഞ്ഞു. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക, വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ 2 ohm റെസിസ്റ്റർ അല്ലേ. വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെയാണ് നമ്മൾ കാണാം? ആ പർട്ടിക്കുലർ റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു ദ റെസിസ്റ്റൻസ് വാല്യൂ അല്ലേ. നമുക്ക് ഈ പറയുന്ന 2.580 ആംസ് ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് അല്ലേ. ആ ടോട്ടൽ കറണ്ട് തന്നെയല്ലേ ഈ 2 ohms കൂടെയും ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തറിയാം? ആ 2 ohms കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വോൾട്ടേജ് അക്രോസ് ദ 2 ohm എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ ഇൻറ്റു ആർ വിച്ച് ഇസ് ഈക്വൽ ടു 2.5806 ഇൻറ്റു 2 ohms which is equal to 5.1612 volts. ഇത്രയും വോൾട്ടാണ് ആ 2 ohmsൻ്റെ അക്രോസ് ഉള്ള ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ 5 ohmസിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ് എന്നുള്ളതായിരുന്നു അല്ലേ. ആ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ച കറണ്ട് ഡിവിഷൻ റൂൾ നമുക്ക് ഉപയോഗിക്കാം. ഐ 5 ohms എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഐ ടോട്ടൽ ഇൻറ്റു ഇവിടെ നമ്മൾ പാരലൽ അല്ലേ, ഇതിൽ കൂടെ ഈ ടോട്ടൽ ഈ പാരലൽ സർക്യൂട്ട്, അതായത് ഈ ഒരു പാരലൽ കോമ്പിനേഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 2.5806 ആംസ് എന്ന് നമ്മളിവിടെ കണ്ടു അല്ലേ. അപ്പോൾ അതേ കറണ്ടാണ് ഈ ബ്രാഞ്ചിൽ കൂടെ ഇങ്ങനെയും സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ കൂടെ ടോട്ടൽ കറണ്ട് എന്താണ്? 2.5806 ആണ്. ഓക്കെ, സോ ഐ ടോട്ടൽ ഇൻറ്റു ആർ ടോട്ടൽ ഡിവൈഡ് ബൈ ആർ അല്ലേ. ഐ ടോട്ടൽ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞു? 2.5806 ഇൻറ്റു ആർ ടോട്ടൽ. ആർ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ പാരലൽ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര? 1.875 ഡിവൈഡഡ് ബൈ ആർ. ആർ എത്രയായിരുന്നു? 5 ohms, 0.967 amps. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 3 ohmസിലൂടെ ഉള്ള കറണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്.
അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർത്ത് പ്രോബ്ലം നോക്കുക. ഇതിൽ സർക്യൂട്ട് വലിയ പ്രശ്നമില്ല, പക്ഷേ ഇതിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതായത് പവർ ഡിസിപ്പേഷൻ ഇൻ ദ 2 ohm റെസിസ്റ്റർ എന്ന് പറയുന്നത് 2 watts ആണ്. 2 watts ആണെങ്കിൽ ഓക്കെ, വോൾട്ടേജ് വി നമുക്ക് അറിയില്ല. ഈ വോൾട്ടേജ് വി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് വി ടു ബി അപ്ലൈഡ് ടു മേക്ക് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ട്രൂ. അതായത് ഈ ഒരു സർക്യൂട്ടിൽ എത്ര വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ 2 ohm റെസിസ്റ്റർ 2 watt പവർ ഡിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബേസിക്കലി എന്താ വേണ്ടത്, നമ്മുടെ ഈ സർക്യൂട്ടിലുള്ള ടോട്ടൽ വോൾട്ടേജ് ആണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ വോൾട്ടേജ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ടോട്ടൽ കറൻറ്റും വേണം, ടോട്ടൽ റെസിസ്റ്റൻസും വേണം. അപ്പോൾ ഇതിനെ നമുക്ക് എളുപ്പത്തിൽ ആദ്യം ചെയ്യാൻ പറ്റുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിച്ചൂടെ. അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, R = 1/3 + 1/2 + 1/6 which is equal to 1 ohms നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇനി റീഡ്രോ ചെയ്യാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ബോക്സ് ഇട്ടിട്ട് ഇവിടെ തന്നെ ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്കുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 1 ohms ആണ്. ഓക്കെ, ഇനി 3 ohmഉം 6 ohmഉം ഇല്ല, എഫക്റ്റീവായിട്ട് നമുക്ക് 1 ohm റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 1 ohmഉം 5 ohmഉം സീരീസ് അല്ലേ. അപ്പോൾ സീരീസ് സർക്യൂട്ട് എങ്ങനെയായിരിക്കും, സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത് 5 + 1 അവിടെ വരും. R എന്ന് പറയുന്നത് 5 + 1 which is equal to 6 ohms. അപ്പോൾ നമുക്ക് അവിടെ ഒരു 6 ohms എന്നുള്ള റെസിസ്റ്റർ കിട്ടി. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്യാം. സോ ഇവിടെ നമുക്കൊരു 12 ohms ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ രണ്ടിടത്തെയും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് 6 ohms എന്ന് കണ്ടുപിടിച്ചു. ഇവിടെ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് V ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി, ഇതൊരു സിമ്പിൾ പാരലൽ സർക്യൂട്ട് അല്ലേ. ഇതിന് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് 12 ഉം 6 ഇവിടെ പാരലാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും, 1/12 + 1/6 which is equal to R total അല്ലേ. അത് എത്ര വരുന്നത്, 4 ohms. 4 ohms എന്നുള്ളത് നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. സോ R total നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിലോടുള്ള പവർ, ഇവർ തന്നിട്ടുള്ള ഈ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് വേണം, വോൾട്ടേജ് വേണം അല്ലേ. ഞാൻ ജസ്റ്റ് നമ്മുടെ പഴയ ഇമേജിന് ഒന്നുകൂടെ കോപ്പി ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മുടെ അവർ തന്ന കണ്ടീഷൻ എന്തായിരുന്നു, പവർ ലോസ് അക്രോസ് ദ 2 ohm റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു, 2 watts ആയിരുന്നു അല്ലേ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പവർ ലോസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, P = I²R ആണ്. 2 = I നമുക്കറിയില്ല, ഞാൻ 8 ഇടുന്ന I² × R എന്ന് പറയുന്നത് 2 ohms ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ കറണ്ട് എങ്ങനെ ഉണ്ട് കിട്ടും, കറണ്ട് = √2/2. സോ I = 1 ampere. 1 ampere കറണ്ടാണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് ത്രൂ 2 ohm എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, 1 ampere എന്ന് നമുക്ക് കിട്ടിയില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ കറണ്ട് അറിഞ്ഞു, റെസിസ്റ്റൻസ് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിച്ചൂടെ. വോൾട്ടേജ് ഡ്രോപ്പ് എത്രയായിരിക്കും, വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് V across 2 ohm I × which is equal to 1 ampere × 2 which is equal to 2 volt. ഇവിടെ ഈ 2 ohmസിന് അക്രോസ് ഉള്ള ഈ 2 പോയിൻറ്റ്സിലും നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 2 volt ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതൊരു പാരലൽ കോമ്പിനേഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 3 ohmസിന് അക്രോസും ഈ 6 ohmസിന് അക്രോസും സെയിം വോൾട്ടേജ് തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൽ കൂടുതലുള്ള കറണ്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ. അതെ, അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, V/R ആയിരിക്കും. കറണ്ട് ത്രൂ ദ 3 ohm റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2/3 ആയിരിക്കും which is equal to 0.66 amps ആണ്. ഇതേപോലെ തന്നെ 6 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള കറണ്ട് എത്രയായിരിക്കും, I across 6 ohm റെസിസ്റ്റർ എന്ന് പറയുന്നത് V/R 2/6 which is equal to 0.33 amps. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതലുള്ള അവിടെ കറണ്ട് അറിയാം, ഇതിൽ കൂടുതലുള്ള കറണ്ട് അറിയാം, ഇതിൽ കൂടുതലുള്ള കറണ്ട് അറിയാം. ഇത് മൂന്നിൻ്റെയും കൂടെയുള്ള സം ആയിരിക്കൂലേ ഇവിടെ നിങ്ങളുടെ എൻ്റർ ചെയ്യുന്ന കറണ്ടും ഇവിടെ നിങ്ങളുടെ ലീവ് ചെയ്യുന്ന കറണ്ടും. അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, ഈ ടോട്ടൽ ഈ 3 ബ്രാഞ്ചിലും കൂടെ ഒഴുകുന്ന കറണ്ട് ആയിരിക്കും ഇതിൽ കൂടെ പോകുന്നത്. കറക്റ്റ് അല്ലേ. നമുക്കിത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് അവിടെയുള്ള ടോട്ടൽ കറണ്ട് കിട്ടും. അതായത് ഐ എന്ന് പറയുന്നത് എത്ര വരും? ഐ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0.66 പ്ലസ് 0.33 വിച്ച് ഈസ് ഈക്വൽ ടു 2 ആംപിയർ. ഓക്കെ, സോ 2 ആംപിയർ കറണ്ടാണ് ഇതിൽ കൂടെ പോകുന്നത്. ഇതിങ്ങനെ സ്പ്ലിറ്റായിട്ട് ഇതിൽ കൂടെയും ഇങ്ങനെയും പോവും. അതേ 2 ആംപിയർ കറണ്ട് ഇതിൽ കൂടെയും ക്യാരി ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചില്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെയുള്ള വോൾട്ടേജ് ആണ് അല്ലേ? ആ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെയും സെയിം വോൾട്ടേജ് തന്നെയല്ലേ ഈ എ ആൻഡ് ബി പോയിന്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു ഇവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കില്ലേ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി കിട്ടിയില്ലേ? നമ്മളവിടെ കണ്ടു, ഇവിടെ 5ഉം ഇവിടെ 1ഉം ആണ്. അപ്പോൾ 5 + 1 6 ohms ആണ് എ ടു ബി എന്നുള്ള പോയിന്റിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ്. കറണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചു 2 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് നമുക്ക് എത്ര എഴുതാൻ പറ്റും? പി ടോട്ടൽ ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഐ ഇസ് ഈക്വൽ ടു 2 ആംപിയർ ഇൻറ്റു ദ റെസിസ്റ്റൻസ്. എത്രയായിരുന്നു? 5 + 1 6 ohms അല്ലേ? ഐ ഇൻറ്റു ആർ വിച്ച് ഇസ് 2 × 6 വിച്ച് ഇസ് ഈക്വൽ ടു 12 വോൾട്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു റെസിസ്റ്റർ 3 ohmനോ 5 ohmനോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിന് പവർ ഡിസിപ്പേഷൻ ഇത്ര ആണെന്ന് ഒരു അസംഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും വോൾട്ടേജ് തന്ന് കറണ്ട് കണ്ടുപിടിക്കുക, കറണ്ട് തന്ന് വോൾട്ടേജ് കണ്ടുപിടിക്കുക, പവർ തന്ന് വോൾട്ടേജോ കറണ്ടോ ഏതെങ്കിലും കണ്ടുപിടിക്കുക, പിന്നെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്, ഇതെല്ലാം നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ അത് ശീലമാക്കണം, എന്നാലേ എളുപ്പമാവുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയ്ക്ക്. എല്ലാവർക്കും മനസ്സിലായി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. താങ്ക് യു ഓൾ. ബൈ ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.